എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വിനീതമായ നമസ്കാരം. ഒരു പ്രസംഗം എങ്ങനെയൊക്കെ തുടങ്ങാം എന്ന പാഠങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചോദ്യങ്ങളുമായി പ്രസംഗം തുടങ്ങുന്ന രീതിയെക്കുറിച്ചാണ്. സദസ്സിനോട് അവരെ ആകർഷിക്കുന്ന വിധത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നമുക്ക് പ്രസംഗം ആരംഭിക്കാനാകും. ഭാര്യ ഭർത്താക്കന്മാർ നിറഞ്ഞിരുന്ന ഒരു പള്ളിയിലെ കുടുംബ സംഗമത്തിന്റെ തുടക്കത്തിൽ പ്രഭാഷകൻ ഒരു ചോദ്യം ചോദിച്ചു. അത് ഇങ്ങനെയായിരുന്നു: ഉത്തമയായ ഭാര്യ എന്നാൽ ആരാണ്? ഒറ്റ വാക്കിലോ ഒരു വാചകത്തിലോ ഉത്തരം പറയാം. സദസ്സിൽ കുറച്ചു നേരത്തേക്ക് ഒരനക്കവുമില്ല. സ്ത്രീകളും പുരുഷന്മാരും പരസ്പരം നോക്കി. ആദ്യം ഭർത്താക്കന്മാർക്ക് ഉത്തരം പറയാനുള്ള അവസരമായിരുന്നു. എല്ലാവരും ഭാര്യമാരെ നോക്കിയും നോക്കാതെയും ചിരിച്ചു. എന്തെങ്കിലും പറഞ്ഞ് കുഴപ്പത്തിലാകുമോ എന്ന സംശയം ആ മുഖത്തൊക്കെ വായിച്ചെടുക്കാമായിരുന്നു. അവരിൽ ഒരാൾ, എന്തിനാണ് സാറേ വെറുതെ കുടുംബകലഹം ഉണ്ടാക്കുന്നത് എന്ന് തമാശയിൽ ചോദിച്ചു. ആ ചിരിക്ക് ഭാര്യമാരും കൂടിക്കൊടുത്തു. കാര്യമായ ഉത്തരങ്ങളൊന്നും ഭർത്താക്കന്മാർ പറഞ്ഞില്ല. ഉത്തരം പറയാനുള്ള അടുത്ത ഊഴം ഭാര്യമാരുടേതായിരുന്നു. പലരും പൂമുഖവാതുക്കൽ സ്നേഹം വിടർത്തുന്നത് മുതലുള്ള ശീലുകൾ ആവർത്തിച്ചു. ഒടുവിൽ പ്രഭാഷകന്റെ ഉത്തരം ഇതായിരുന്നു: ഭർത്താവിനെ വീട്ടുജോലിയിൽ സഹായിക്കുന്നവളാണ് ഉത്തമയായ ഭാര്യ. ആദ്യം എല്ലാവരും ഒന്ന് ചുറ്റിപ്പോയി, പിന്നെ പൊട്ടിച്ചിരിയായി. ഇത്തരത്തിൽ രസകരവും ആശ്ചര്യപ്പെടുത്തുന്നതും കുഴപ്പിക്കുന്നതുമായ ചോദ്യങ്ങളിലൂടെ വളരെ എളുപ്പത്തിൽ സദസ്യരുടെ ഹൃദയം കീഴടക്കാം. ആളുകൾ അതോടെ ആദ്യത്തെ ആലസ്യം വിട്ട് ഉഷാറാകും. അത് നമ്മുടെ പ്രസംഗത്തെ നമ്മൾ വരച്ച വരയിൽ കൂടി തന്നെ വിജയത്തിലേക്ക് എത്തിക്കും. വികാരിയച്ഛൻ ഞായറാഴ്ച കുർബാനക്കിടയിലുള്ള തന്റെ പ്രസംഗം ഒരിക്കൽ ആരംഭിച്ചത് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടായിരുന്നു: യേശുവിൽ സ്നേഹമുള്ളവരെ, കളവ് പറയുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ സന്ദേശം. മത്തായിയുടെ സുവിശേഷം അധ്യായം 30 വാക്യം 5 ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നു. നിങ്ങളിൽ എത്ര പേർ ഇത് വായിച്ചിട്ടുണ്ട്? പള്ളിയിലുണ്ടായിരുന്ന പകുതി പേർ കൈ ഉയർത്തി. അച്ഛൻ പറഞ്ഞു, ഇന്നത്തെ പ്രഭാഷണം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. എന്തെന്നാൽ മത്തായിയുടെ സുവിശേഷം 30 അധ്യായമോ 5 വാക്യമോ ഇല്ല. കളവ് പറയുന്നതിനെ കുറിച്ച് പിന്നെ അധികം എന്തെങ്കിലും പറയേണ്ടതുണ്ടോ? ഈ ചോദ്യത്തോടെ ഞാനും ഇന്നത്തെ പാഠങ്ങൾ ഉപസംഹരിക്കുന്നു. പ്രസംഗം തുടങ്ങാനുള്ള കൂടുതൽ എളുപ്പ വഴികളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.